അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളിന്ന് വീഡിയോയിൽ നോക്കുന്നത് പദവാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ട് 7ാം ക്ലാസ്സിൽ നിന്ന് ലിസാനുൽ ഖുർആനിലെ കുറച്ച് മോഡൽ ചോദ്യങ്ങളാണ് പരിചയപ്പെടുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായി കാണുക, അതുപോലെ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യുക. ആദ്യത്തെ പ്രവർത്തനം നുഹവ്വിലു നായിബൽ ഫാഇല മഫ്ഊലൻ വനക്തുബുൽ ജുമല മുഫീദത്തൻ കമാ ഫിൽ മിസാലി. നായിബ് ഫായിലിനെ മഫ്ഊലായി മാറ്റി ഫലപ്രദമായ വാക്കുകളാക്കി ഉദാഹരണം എഴുതാനാണ്. ഒന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഉദാഹരണം. ഇവിടെ ഫിഇലുണ്ട്, നായിബ് ഫായിലുണ്ട്. ഇനി അതിനെ ഫിഇല് ഫായില് മഫ്ഊലാക്കി എഴുതുമ്പോൾ എങ്ങനെയാണ് എഴുതേണ്ടത്? അതിന് ഉദാഹരണം തന്നിട്ടുണ്ട്. ഖുത്തിലത്തിൽ ഹയ്യത്തു, പാമ്പ് കൊല്ലപ്പെട്ടു. ഇവിടെ ഖതല എന്നതാണ് ഫിഇല്. ഫായിൽ ആരായിരുന്നു? അർറജുലു എന്നായിരുന്നു. മഫ്ഊല് ഹയ്യത്തു എന്നായിരുന്നു. ആ ഫായിലിനെ കളഞ്ഞിട്ട് എന്ത് കൊടുത്തു? ഖുത്തിലൽ ഹയ്യത്തു, പാമ്പ് കൊല്ലപ്പെട്ടു. നായിബ് ഫായിലായി ഹയ്യത്തു എന്നുള്ളത്. ഇനി അതുപോലെ കുസിറത്തിൽ സുജാജു, കുസിറത്തിൽ സുജാജു, ഗ്ലാസ് പൊട്ടിക്കപ്പെട്ടു. ഇനി അതിനെ ഫിഇലും ഫായിലും മഫ്ഊലാക്കി തിരിക്കാം. കസറത്തിൽ ഹിറത്തു അസ്സുജാജത്ത. ഇവിടെ ഫിഇലിൽ കസറത്തി, അതുപോലെ ഫായിൽ ആരാണ്? അൽ ഹിറത്തു, പൂച്ച. അസ്സുജാജത്തു, ഗ്ലാസ്. ഇനി അടുത്തത് യുഖറഉ അൽ ഖുർആനു, ഖുർആൻ ഓതപ്പെട്ടു. ഇനി ഇതിൽ നിന്ന് ഫിഇലും ഫായിലും അതുപോലെ മഫ്ഊലും ഉണ്ടാക്കാം. യുഖറഉ എന്നുള്ളത് തഖറഉ, തഖറഉ ഫിഇല്. ഇനി അൽ ഉമ്മു ഫായില്, മഫ്ഊല് അൽ ഖുർആന. അപ്പോൾ തഖറഉൽ ഉമ്മു അൽ ഖുർആന, ഉമ്മ ഖുർആൻ ഓതുന്നു. ഇനി അടുത്തത് ളുരിബൽ അഖറബു, തേള് അടിക്കപ്പെട്ടു. ഇനി ഫിഇലും ഫായിലും മഫ്ഊലാക്കി എഴുതാം. ലറബ ഫിഇല്, അൽ വലദു ഫായില്, അൽ അഖറബ മഫ്ഊല്. ഇനി അടുത്ത പ്രവർത്തനം അർത്ഥം എഴുതാൻ. ഒന്ന് നവ്വറൽ ഖാദിമു അൽ മിസ്ബാഹ, വേലക്കാരൻ വിളക്ക് കത്തിച്ചു. നവ്വറ അൽ ഖാദിമു അൽ മിസ്ബാഹ. ഇനി ചിലപ്പോൾ ഉദാഹരണം തന്നിട്ട് ഇതിന് ഫിഇലും ഫായിലും മഫ്ഊലും വേർതിരിക്കാൻ തരും കേട്ടോ. ഇനി അടുത്തത് ശരിബത് തിഫ്ലു അൽ ഹലീബ, കുട്ടി പാൽ കുടിച്ചു. 3 ഖാമൽ ഹാദിറൂന ഇക്റാമൻ ലിൽ വസീരി, മന്ത്രിയെ ബഹുമാനിച്ചുകൊണ്ട് ഹാജരായവരെല്ലാം എഴുന്നേറ്റു. ഇനി അടുത്തത് നുഅരിബ്, അറബിയാക്കാനാണ് കേട്ടോ. ഞാൻ ഒരു ദിവസം തീവണ്ടിയിൽ യാത്ര ചെയ്തു. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം അധിക പരീക്ഷകളിലും ഇത് വന്നിട്ടുണ്ട്. അതിൻ്റെ അറബി സാഫർതു ഫിൽ ഖിൻത്വാരി യൗമൻ, ഞാനൊരു ദിവസം തീവണ്ടിയിൽ യാത്ര ചെയ്തു. 2 വിദ്യാർത്ഥി പത്രം വായിക്കുന്നു. അത് അറബിയിലേക്കാക്കാം. യഖറഉ ത്വാലിബു അൽ ജരീദത്ത, വിദ്യാർത്ഥി പത്രം വായിക്കുന്നു. യഖറഉ ത്വാലിബു അൽ ജരീദത്ത. ഇനി അടുത്ത പ്രവർത്തനം നുതമ്മിമു, പൂർത്തിയാക്കാനാണ്. ഒന്നാമത്തത് യനൂബു മഫ്ഊലുൻ ഡാഷ് ഫീമാ ലഹു ഡാഷ് നായിലിൻ. യനൂബു മഫ്ഊലുൻ ബിഹി അൻ ഫായിലിൻ ഫീമാ ലഹു കനീല ഖൈറു നായിലിൻ. അടുത്തത് അല്ലർഫു ഡാഷ് ളുമ്മിന ഫി ബിത്തിറാദിൻ ഡാഷ് അസുമുന. അല്ലർഫു വഖ്തു ഔ മകാനുൻ ളുമ്മിന ഫി ബിത്തിറാദിൻ കഹുനംകുസ് അസുമുന.
3 അൽ മഫ്ഊലു ലഹു ഡാഷ് യുബയ്യിനു സബബ ഡാഷ് അല്ലദി ഡാഷ് ഹുവ മൻസൂബുൻ. അത് നമുക്ക് മൂന്നാമത്തെ പാഠത്തിൽ ലാസ്റ്റ് കാണാം. അൽ മഫ്ഊലു ലഹു മസ്ദറുൻ യുബയ്യിനു സബബ വുഖൂഇൽ ഫിഅലില്ലദി ഖബ്ലഹു വഹുവ മൻസൂബ്. അങ്ങനത്തെ അർത്ഥമൊക്കെ പഠിച്ചു വെക്കുക. അങ്ങനത്തെ അർത്ഥം ചിലപ്പോൾ പരീക്ഷയിൽ ചോദിക്കാറുണ്ട്. ഇനി അടുത്ത പ്രവർത്തനം നുക്കമ്മിലു ബിൽ ലർഫി സമാനി ഔ ലർഫി മക്കാൻ. ലർഫ് സമാനും മക്കാനും പൂരിപ്പിക്കാൻ. 1 റഹൽതു ഇല ബഅദാദ ഡാഷ് യൗമിൽ ഖമീസി. അവിടെ ചേർക്കേണ്ടത് റഹൽതു ഇല ബഅദാദ ബുക്റത യൗമിൽ ഖമീസി. ഇനി വദഖൽതു ബഅദാദ, ബഅദാദിൽ ഞാൻ പ്രവേശിച്ചു ഡാഷ് ലൈലത്ത സബ്തി, ശനിയാഴ്ച രാത്രി. ഇനി വജലസ്തു ഡാഷ് അഖി മജീദിൻ, വജലസ്തു ഇൻദ അഖി മജീദിൻ, എൻ്റെ സഹോദരൻ മജീദിൻ്റെ അടുത്ത് ഞാൻ ഇരുന്നു. മഅഹു ഡാഷ് മഅഹു യൗമൽ അഹദി, അവിടെ യൗമ ലർഫ് സമാനാണ്. ഇനി അടുത്തത് സുമ്മ സിർന ഇലൽ മഖ്ബറത്തി വമശൈതു ഡാഷ് അഖി ഖൽഫ അഖി വമശൈതു ഖൽഫ അഖി, ലർഫ് മക്കാനാണ്. വസുർന മഖാമ ഷെയ്ഖിൽ അഅ്ലമി സുമ്മ റജഅന. ഇനി അടുത്ത പ്രവർത്തനം നൂസിൽ ബിൽ മുനാസിബി, യോജിച്ചത് ചേർത്ത് കൊടുക്കുക. 1 ജാ അൽ ഉസ്താദു ഫഖുംന ഡാഷ് ലഹു, അവിടെ യോജിച്ചത് ചേർത്ത് കൊടുക്കുക. ജാ അൽ ഉസ്താദു, ഉസ്താദ് വന്നു. ഫഖുംന, അപ്പം ഞങ്ങളെല്ലാവരും എഴുന്നേറ്റ് നിന്നു. ഡാഷ് ലഹു, അവിടെ യോജിച്ചത് ഇജിലാല ലഹു, അദ്ദേഹത്തെ ആദരസൂചകമായി ഞങ്ങൾ എന്ത് ചെയ്തു? എഴുന്നേറ്റ് നിന്നു. മഫ്ഊലു ലഹു ആണ്, അവിടെ കാരണം എന്താണ്? ഇജിലാലൻ. അടുത്തത് ലറബൽ വാലിദു വലദഹു ഡാഷ്. ലറബൽ വാലിദു, പിതാവ് അടിച്ചു. വലദഹു, ആ പിതാവിൻ്റെ കുട്ടിനെ എന്തിനു വേണ്ടി അടിച്ചത്? ബ്രാക്കറ്റിലുണ്ടാവും തഅ്ദീബൻ, അദബ് പഠിപ്പിക്കാൻ വേണ്ടി. ഇവിടെ കാരണം എന്താണ്? തഅ്ദീബൻ, അതാണ് മഫ്ഊലു ലഹു. ഇനി അടുത്തത് ഫറ സാരിഖു ഡാഷ് അൽ മൗത്തി, അതിൻ്റെ ശരിയായത് ഏതാണ്? ഫിറാറ എന്ന് കാണാം ബ്രാക്കറ്റിൽ. ഫറ സാരിഖു ഫിറാറൽ മൗത്തി, അതിൻ്റെ അർത്ഥം കള്ളൻ മരണപ്പാച്ചിൽ പാഞ്ഞു എന്നാണ്. അടുത്തത് നളറ റജുലു അദുവഹു ഡാഷ് വലബി, അവിടെ യോജിച്ച ഏതാണ്? നളറത്ത എന്നാണ്. നളറത്ത, നളറ റജുലു അദുവഹു നളറത്തൽ വലബി, പുരുഷൻ തൻ്റെ ശത്രുവിനെ ദേഷ്യത്തിൻ്റെ നോട്ടം നോക്കി എന്നാണ് അർത്ഥം. അടുത്തത് യഅ്കുലുൽ ഖിർദു അൽ മൗസ ഡാഷ്, അവിടെ ചോദിച്ചത് അഖിലത്തൻ എന്നാണ്, ബ്രാക്കറ്റിലുണ്ടാവും. കുരങ്ങൻ പഴം ഒരു തീറ്റ തിന്നു. അടുത്തത് 6 ദഅൽ ഉസ്താദു ഡാഷ് ഫിഷിഫായി, അവിടെ ചോദിച്ചത് ദഅൽ ഉസ്താദു റഗബത്തൻ ഫിഷിഫായി, റഗബത്തൻ എന്ന് ബ്രാക്കറ്റിൽ കാണാം. അതിൻ്റെ അർത്ഥം ശമനം ആഗ്രഹിച്ചുകൊണ്ട് ഉസ്താദ് പ്രാർത്ഥിക്കുകയും ചെയ്തു എന്നാണ്. അടുത്തത് യുസാഇദുൽ വനിയുൽ മഹ്റൂമ ഡാഷ്, യുസാഇദുൽ വനിയുൽ മഹ്റൂമ ഹുബ്ബൻ ലില്ലാ, ബ്രാക്കറ്റിലുണ്ടാവും. അതിൻ്റെ അർത്ഥം അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി ധനികൻ ഉപജീവനം നിഷേധിക്കപ്പെട്ടവനെ സഹായിച്ചു എന്നാണ്. ഇതോടുകൂടെ നമ്മുടെ 7ാം ക്ലാസ്സിലെ ചോദ്യങ്ങൾ അവസാനിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.